യൂട്യൂബ് ചാനൽ. ഞാൻ വീണ്ടും എത്തി. നമ്മളിന്ന് കുറച്ച് പുറത്തു പോകാനുള്ള പ്ലാനിലാണ്. അപ്പം ഞാൻ ഇന്ന് ഐശുവിൻ്റെ അവിടെ എത്തി. ഇപ്പോൾ വരും, ഇറങ്ങിയാ എന്തോ വരണം. ഈ ചൂടത്ത് തന്നെ നിനക്ക് വ്ലോഗ് എടുക്കാൻ വേണ്ടി വിളിക്കണമല്ലേ? കണ്ട, ഇതാണ് കുഴപ്പം. ഞങ്ങൾക്ക് ഒരിടവും പോകാൻ പറ്റില്ല. ഇതുപോലെ ആ കോൾസ് ഇങ്ങനെ വന്നോണ്ടേയിരിക്കും. എങ്ങോട്ട്? ഇപ്പോഴും എല്ലാം വരുവോടെ നീ? വണ്ടി ഇട്. ഞങ്ങൾ പോയിട്ട് വരട്ടെ ഗൈസ്. ഹായ്. സോ നമ്മളിതാ ഇപ്പോൾ ഇവിടെ ലുലു മോളിൽ എത്തിക്കുകയാണ്. എന്തെങ്കിലും പരിപാടി ചെയ്യാം എന്നുള്ളൊരു പ്ലാനിലാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം വിചാരിച്ച് ഇവിടെ ഐസ്ക്രീമോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടിക്ക് എന്തെങ്കിലും ചെയ്യാന്നുള്ളൊരു രീതിയിലൊക്കെയാണ്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്കറിയാം, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഇനി സ്നേഹവരമുണ്ട്. സോ അവളെ കാത്തിരിക്കുകയാണ്. അപ്പം അവള് അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിക്കുക. അപ്പം വരാന്ന് പറഞ്ഞ് എവിടെ പോയ ശരിയാ. ഞാനൊരു കാര്യം ഇപ്പോഴേ പറഞ്ഞത്, അവളൊരു കാര്യത്തിൽ അധികാരം പ്രതീക്ഷിക്കണ്ട. ഞങ്ങളായിരിക്കും കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ വരില്ല, അവിടെ വരില്ല, അവിടെ വരില്ല, ഇവിടെ വരില്ല, അങ്ങനത്തെ ഒരു കുട്ടിയാണ് അവൾ. അതുകൊണ്ട് അവൾ വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കില്ല. ഇടയ്ക്ക് കണ്ടാൽ കണ്ടു. നിങ്ങൾക്ക് അതിഥിയായിട്ട് വേണമെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിലെ ഗസ്റ്റ് ആണ് അവള്. ഞങ്ങൾ എന്തെങ്കിലും വലിയ പരിപാടി വരുമ്പോഴത്തേക്കും ഗസ്റ്റ് ആയിട്ടാണ് അവളെ. നിങ്ങൾക്ക് വേറൊരു സർപ്രൈസ് ഉണ്ട്. യെസ്, അതൊന്നും നിങ്ങൾക്ക് അറിയൂടെ? അതുകൊണ്ട് പറയാം. ഇപ്പോഴല്ല, സമയമുണ്ട് പറയാൻ. എന്തെങ്കിലും പറയും, ഉറപ്പ്. അപ്പം ഞങ്ങൾ സ്നേഹം വെയിറ്റ് ചെയ്യാണ്. അതുവരെ ഇവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും പരിപാടിയായിട്ട് നിൽക്കാം. സോ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ട്രൈ ചെയ്തിട്ട് വരാം. ഇഷ്ടായി ഐശു? എനിക്ക് ഒരെണ്ണം വാങ്ങിത്താഴ. ഒരെണ്ണം എടുത്തോ. ഇപ്പൊ വേണം? അയ്യോ കേട്ടില്ല. വാങ്ങിച്ചു തന്നിരിക്കും. എനിക്കോ? ഉറപ്പ്? ശരി. ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? എനിക്ക് ഇതും അതും ഇഷ്ടപ്പെട്ടു. ഈ ഗോൾഡേഴ്സും ഇഷ്ടപ്പെട്ടു, ഇല്ലേ? ഇപ്പൊ ഇതിൽ ട്രൈ ചെയ്യാൻ ഒരു എത്രണ്ണം എടുത്തു? ഒരു 4-5 എടുത്തു. വെച്ചോ. ഇതെനിക്കറിയാം. ഇതിലേതാണ് 1000? ഏത്? അതെടുത്തൊന്ന് അടിച്ചു നോക്ക്. ഇവിടെ എന്റെ മൂക്കടിച്ചോ ഗൈസ്? എനിക്ക് എന്തായാലും ഇവിടെ കഴിഞ്ഞ്. ഇനി നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാ നോക്കാം. ഇപ്പൊ എനിക്ക് ഐശ്വര്യ ഇത് വാങ്ങിത്തരും ഗൈസ്. കൊള്ളാവോ? ഇതിലൂടെ നമുക്ക് വേറെ കൂടി ഇടാൻ പറ്റും ഒരുമിച്ച്. ആർക്ക് വേണമെങ്കിലും എനിക്കിത് വാങ്ങിത്തരാന്നാണ്. ഇനിയിപ്പോൾ അവിടെ സ്ഥലം എത്തി. ഇവിടെ വന്നു കഴിഞ്ഞാൽ, ലുലുവിൽ വന്നു കഴിഞ്ഞാൽ ഈ ഐസ്ക്രീം കുടിക്കാതെ ഇവിടെ തിരിച്ച് പോവേയില്ല. നമ്മളെ സ്നേഹം വിളിച്ചു. അപ്പോഴത്തേക്കും ഇച്ചിരി മൊണ്ടിയാവാനുള്ള ചാൻസ് ഞങ്ങൾ കൂടുതലായിട്ട് കാണുന്നു. ഞങ്ങൾ പ്ലാൻ ചെയ്യണം ഇനി എന്ത് ചെയ്യാനും. ഇനി അവളിവിടെ വരണോ, അത് വേറെ എവിടെയെങ്കിലും പോകണോ എന്നുള്ളൊരു പ്ലാനിലാണ്. അവള് പറ്റിച്ചു.
ഞാൻ പറഞ്ഞില്ലേ കൊണ്ട് വരികയാണ് ചക്കര മോള്. എനിക്ക് വേണ്ടല്ലോ ഷുഗർ പിടിക്കില്ല. എനിക്ക് ഷുഗർ വരില്ല. നീ ഇങ്ങോട്ടേട്ട് മാമി. താങ്ക് യു ഐഷു. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും സ്ഥിരം കഴിക്കുന്ന ഐസ്ക്രീമാണ് മഫിൻ ഹൗസിൽ. അതും ഈ നമുക്കിത് വാങ്ങാനുള്ളത് അല്ല ഡബിൾ ഇത് നല്ല ടേസ്റ്റാണ്. നിങ്ങളും വരെയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്ക്. 30-35 രൂപയാണ്. അപ്പോൾ ഈ ഡബിൾ ഐസ്ക്രീം വാങ്ങിച്ചു. നീ പറയണ ഒന്നും ഇവർക്ക് ആർക്കും കേട്ടൂടാ. ചീസ് അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ഒരു പരുവാക്കി. ഞാൻ വേറൊന്നും കാണിച്ചിട്ട് ഇതിനിപ്പോ എന്താണ് എന്തോന്ന് ഗോപുരോ? ഇത് അത്രയും ഡീസെന്റ് ആയിട്ടിരിക്കുന്നില്ലേ? പിന്നെ ഇത് അലിഞ്ഞു പോകുന്നോടെ എനിക്ക് ഇത് പിടിച്ചേ പറ്റുള്ളൂ. ഇവിടെ ഫോട്ടോയ്ക്ക് വെച്ചേക്കുന്നത് കുത്തി കേട്ടല്ലോ. അപ്പൊ അത് ടിഷ്യൂ പേപ്പറും കൂടെ തിന്നല്ലേ. മതി വാ, നമുക്കിനി ഒരു ടാക്കോസ് കഴിക്കാം. പോവാം. ഞങ്ങളിപ്പോൾ ടാക്കോ ബെല്ലിൽ ഓർഡർ ചെയ്തിട്ട് അതിനെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. ഓർഡർ റെഡി ആയില്ല. സ്നേഹയെ വിളിച്ചു. സ്നേഹ ഒരു ഇനിയും 1 മണിക്കൂർ എടുക്കുമെന്നാണ്. ഞാൻ പറഞ്ഞില്ല ലേറ്റ് ആവും. എന്തായാലും 1 മണിക്കൂറിൽ കൂടുതൽ എടുക്കുമെന്നാണ്. അപ്പോഴത്തേക്ക് ഇപ്പൊ തന്നെ 2 മണിയായി. അപ്പൊ ഇനി അവള് വരുമ്പോ എത്ര മണിയാവും? 3 മണി കഴിയും. പിന്നെ 3-4 മണിക്കൊക്കെ നമുക്ക് വീട്ടിൽ കയറേണ്ട. 2 മണിക്ക് വീട്ടിൽ കയറേണ്ട ആളാണ്. അപ്പോഴത്തേക്കും ഇനി അവളെ നോക്കണ്ട എന്നുള്ള നിഗമനത്തിലാണ് ഞങ്ങള്. ബാക്കി നോക്കാം. അതുകൊണ്ടാണ് ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഫുഡ് കഴിച്ചിട്ട് ബാക്കി എന്തെങ്കിലും പരിപാടി നോക്കാം. നമ്മൾ ഓർഡർ റെഡിയായി. ഇതോ എടുത്തിട്ട് വരെയാണ്. ഇതാ വരുന്ന ആള് നടന്ന് മെല്ലെ ഇങ്ങനെ വരിക. ടൈം എടുത്ത് കിട്ടും. ഇത് പറ്റിച്ച് കഴിച്ചതെല്ലാം ചേർത്ത് ഞങ്ങളിവിടെ മാൾ ഓഫ് ട്രാവൻകൂറിൽ നിന്ന് വാങ്ങിച്ച ചാക്കു വലുതായിരുന്നു. ഇത് ഭയങ്കര ചെറുത്. ഇത് എത്ര രൂപയ്ക്ക്? എത്രയായി ഇത്? 99 ഒരിക്കലും ഓർത്തല്ല. 129 ഒരിക്കലും ഓർത്തല്ല. നമ്മളന്ന് 120 സംതിങ്ങിന് എന്തോ ആണ് നമ്മൾ അവിടെ നിന്ന് മേടിച്ചത് മാൾ ഓഫ് ട്രാവൻകൂറിൽ നിന്ന്. പക്ഷേ ഇത് അത്ര ഒത്തില്ല. അല്ലാത്ത കാരണം വളർന്നു. എങ്ങനെയുണ്ട്? കഴിച്ചില്ല, കഴിച്ചിട്ട് പറയാം. മറ്റേതിന് അത്ര ഓർത്തില്ലല്ലേ? ഞാൻ പറഞ്ഞില്ലേ മാൾ ഓഫ് ട്രാവൻകൂറിൽ നിന്ന് വാങ്ങിച്ചത് നല്ല ഓള് കൂടുതലുണ്ടായിരുന്നല്ലേ. പക്ഷെ ഇതിലൊന്നും ഇല്ല. കുഴപ്പമില്ല. പറ്റിച്ച് എല്ലാവരും ഇന്നത്തെ ദിവസം മുഴുവനും പറ്റിപ്പായിരുന്നു. എല്ലാരും പറ്റിപ്പോയി. ഇവിടെ എനിക്ക് എന്തൊക്കെ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒന്നും വാങ്ങി തന്നില്ല. സമയമില്ലേ? ഇനി സമയമുണ്ട്. എന്നെ പറ്റിച്ച്, സ്നേഹ പറ്റിച്ച്, ടാക്കോ ബെൽസ് പറ്റിച്ച് നോക്കിയാണ്. ഞാൻ നല്ല പ്രതീക്ഷിച്ച് വാങ്ങിച്ച സാധനമായിരുന്നു. കാരണം ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടാക്കോ ബെൽസ്. അപ്പൊ ഞാൻ മോളിൽ നിന്ന് വാങ്ങിച്ചു നല്ല ഓർത്തായിരുന്നു. പക്ഷെ ആ കട നമ്മൾ വാങ്ങിച്ചതിന് ശേഷം പിറ്റേ ദിവസം പിന്നെ വന്നതിന് ആ കട കൂട്ടി. നല്ല ഐശ്വര്യമുള്ള കടയായിരുന്നു. നമ്മളിന്ന് വന്നപ്പോൾ രാവിലെ വന്ന സമയത്ത് കുറച്ച് സംഭവം ഉണ്ടായി. ഞാൻ ഇവിടെ അടുത്ത് പറഞ്ഞു, എടി നീ വീഡിയോ എടുത്തോ, നമുക്ക് ഇത് കാണിക്കാം. ഇവിടെ എടുത്തില്ല വീഡിയോ. ബാക്കിലൊരു ലോറി, ഫ്രണ്ടിലൊരു ലോറി, ലോറിക്ക് മുൻപിലൊരു കാർ. ഞങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോ നമ്മളെ ബാക്കിൽ വന്നിട്ട് വലിയ നല്ലൊരു സൗണ്ടില് ഒരു ലോറി ഹോൺ അടിച്ചു. ഒരു പ്രത്യേക ഹോണായിരുന്നു. പേടിച്ചു. ഇവിടെ ഞാനും പേടിച്ചു. ഞാൻ ബാക്കിൽ തിരിഞ്ഞു നോക്കിയപ്പോ ബാക്കിലോട്ട് ഇവിടെ ഓടിച്ചോണ്ടിരിക്കുകയാണ്. എന്നിട്ട് തിരിഞ്ഞു നോക്കി ബാക്കിലോട്ട് ഒരു പയ്യനായിരുന്നു. അതിന്റെ എതിര് ഞങ്ങൾ വണ്ടി എടുത്തോണ്ട് പോയി. കുറച്ച് കഴിഞ്ഞ് അവിടെ നിന്ന് വെച്ചപ്പോൾ നമ്മുടെ ബാക്കിൽ ഒരു കാറിന് നമ്മൾ ഓവർടേക്കിന് ഫ്രണ്ടിൽ കയറി. അതിന്റെ ഫ്രണ്ടിൽ ഒരു ലോറിയാണ്. ആ കാറ് ഞങ്ങൾ ഇടിച്ചില്ല. പോയി അതിന്റെ ആ കാറിന് പോയിട്ട് വീഡിയോ ഡിലീറ്റ് ചെയ്തല്ലേ. ആ കാറ് ഇടിച്ചിങ്ങനെ പോയി. ഞാൻ വീഡിയോ എടുത്തപ്പോഴത്തേക്കും ആ കാറ് പോയതിന്റെ തൊട്ട് ബാക്കിൽ മറ്റേ ലോറി വന്നിട്ട്
ഇപ്പുറത്തൂടെ Wrong side ൽ കയറി. Wrong side. ലെഫ്റ്റ് സൈഡില് കൂടെ കേറി ഇങ്ങനെ വന്നു. വീഡിയോ പോലും വെളിയിൽ അത് അവസ്ഥയാവുമായിരുന്നു. സത്യമായിട്ട് ജസ്റ്റ് അത് രണ്ട് പെൺപിള്ളേർ ആയതുകൊണ്ടാണ് തോന്നുന്നത്. ഇങ്ങനെ ജസ്റ്റ് റോങ് സൈഡിൽ കയറിയിട്ട് വന്നിട്ട് ഇങ്ങനെ അടുത്ത് പോയി. പിന്നെ ഞങ്ങള് പെട്ടെന്ന് തന്നെ എടുത്തോണ്ട് ഇങ്ങ് പോകും. എന്തോ ഭാഗ്യത്തിന്, ഇല്ലെങ്കിൽ ഇതുപോലെ കിട്ടൂലായിരുന്നത്. അയ്യോ, രാവിലെ ഇറങ്ങിയത് തൊട്ട് അപശകുനങ്ങളാണ് ഫുള്ളും. നീ എന്ത് ചെയ്യുമെന്നൊരു പ്ലാനും ഇല്ല. ഇതും ഫ്ലോപ്പായി. ഇല്ലെങ്കിലും തുറന്നതും പിടിച്ചതും എല്ലാം ഫ്ലോപ്പാണ് ഞങ്ങൾക്ക്. ഇനിയിപ്പൊ ഞങ്ങള് എന്തായാലും ഇടങ്ങി കഴിച്ച് എന്തിന് അടുത്ത് എന്തോ വഴി ഉണ്ടോ നോക്കിയിട്ട് പക്ഷെ ഇത് ഫ്ലോപ്പാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്ത് ഫുഡ് ഓർഡർ ചെയ്ത് നമ്മുടെ അവസ്ഥ ഇപ്പൊ ഡോമിനോസിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞ ഇവള് പറഞ്ഞ ഡൊമിനോസിൽ പോവാം. നമ്മൾ ഡൊമിനോസിൽ പോയി നിന്നപ്പോൾ അവിടെ ക്യൂ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പുറത്ത് ടാക്കോ ബെൽസുണ്ട്. ഇവള് കാണിച്ചു തന്നു. ഞാൻ പറഞ്ഞാൽ നമുക്ക് ടാക്കോ ബെൽസ് പോകാം. ടാക്കോ ബെൽസിൽ പോയി കാര്യമില്ല, കൊള്ളില്ല. എന്തോ കാണിക്കുന്ന അതിൻ്റെ അകത്തുനിന്ന്. അതും വീഡിയോ എടുത്ത് നാട്ടുകാരെ കാണിക്കണം. അയ്യോ, ഈ ഐസ് കഴിച്ചു കടാപ്പടാന്നൊരു സൗണ്ട് ഉണ്ട്. കടാപ്പട അത് കടിച്ച് ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു ആത്മസംതൃപ്തി എവിടെ നിന്നെങ്കിലൊക്കെ വരും. ഞാൻ സ്നേഹം വിളിക്കുന്നു. ഇനിയിപ്പം മിക്കവാറും വരണില്ല എന്ന് പറയാനായിരിക്കും എടി. നീ നോക്കിക്കോ, നമുക്ക് വേറെ എവിടെയെങ്കിലും ഒക്കെ പോവാം. എന്താ ട്രൈ ചെയ്യാൻ വേണ്ടിയിരിക്കും? എനിക്ക് ഒരു ലിപ്സ്റ്റിക്കും ചേരാനില്ല. പിന്നെ ഇതെന്താ? എനിക്കറിയില്ല ഇതെന്താണെന്ന് അർത്ഥം മനസ്സിലായോ? അതായത് എനിക്ക് എന്താണ് പ്രശ്നം? എനിക്ക് ഞാൻ ഏത് ലിപ്സ്റ്റിക് ഇട്ടാലും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല ഗൈസ്. അപ്പൊ ഇതെന്താന്നാണ് അർത്ഥം. നാച്ചുറൽസ് ഉണ്ടാകും. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് ബെറ്റർ ആണെങ്കിൽ ഞാൻ പറ്റിച്ച്. ഞാൻ പറഞ്ഞ പോലെ തന്നെ അവള് പറ്റിച്ച്. അവള് വന്നില്ല. ഞങ്ങള് വണ്ടി എടുക്കാം. പാർക്കിങ്ങിൽ വന്നിട്ട് വണ്ടി എടുക്കാൻ വേണ്ടി പോവാം. ഞങ്ങള് പോണ കഴിച്ചു. ഇനി ഞങ്ങൾക്ക് വയ്യ. ഇത്രയും നേരം അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് അവള് വന്നില്ല. ഇനി വരണോന്ന് വരെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ ശരി ബൈ. വീട്ടിൽ നിന്ന് വിട്ടില്ല, അതാണ് മെയിൻ കാര്യം. എന്നാ ഇത് കാണണമെന്ന് പറയണം. ഇനിയെങ്കിലും ആ വീഡിയോ ഞങ്ങൾക്ക് വേണ്ടിയെങ്കിലും അവളെ വിടണം. സ്റ്റിൽ ഒരു പ്രതീക്ഷയുമില്ല. ശരി അപ്പൊ പോണ്. ബൈ ബൈ. എവിടെയെങ്കിലും പോണ്. അങ്ങനെ ലുലുമോള് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്ന വഴിക്ക് ആക്കുളത്തിറങ്ങി. എന്റെ പൊന്നേ, ഇത് കണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇവള് വരുന്ന സമയത്തൊക്കെ ഞങ്ങൾ വൈകുന്നേരം ഇവിടെ വന്നിരിക്കും. ഇവിടെ കാറ്റും കഫയൊക്കെ ഉണ്ട്. അപ്പോഴത്തേക്കും നമ്മളിവിടെ വന്ന് കട്ടിലൊക്കെ പിടിച്ച് മെയിനായിട്ടും അങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ ഇവിടെ എങ്ങനെയായിരുന്നു? ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒന്നും ഇല്ല. ഇതൊക്കെ മുഴുവനും കാടായി. ഇവിടെയൊക്കെ സൺസെറ്റ് ഒക്കെ കാണാൻ വിഷയ സ്ഥലമാണ്. നമ്മുടെ സൺസെറ്റ് സ്പോട്ടില് രണ്ടാമത്തെ സ്ഥലവും മറ്റത് ബീച്ചായിരുന്നു. ഇത് രണ്ടാമത്തെ സ്ഥലമാണ്. സോ
ഗൈസ് ഇന്നത്തെ വ്ലോഗ് ഇവിടെ ഏകദേശം വൈൻഡ് അപ്പ് ചെയ്യാം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇനി വേറെ ഒരു പരിപാടിയില്ല, കാരണം നമ്മൾ രണ്ടുപേരും തന്നെയാണ്. ഇതില് മെയിൻ ആയിട്ടുള്ള വേറൊരാളുണ്ടല്ലോ, അവള് വന്നില്ല, പഠിപ്പിച്ചു നമ്മളെ. ഇത് ഇടയ്ക്ക് ഇങ്ങനെ സ്വാഭാവികമാണ്, എപ്പോഴും നടക്കുന്ന. എന്തായാലും കുറച്ച് മിക്കാറും നമ്മളെ തല ഞങ്ങൾ രണ്ടുപേരും തല ശരീരം, ഞങ്ങൾ രണ്ടുപേരും തല ശരീരമായിരിക്കും മിക്കാറും വ്ളോഗിൽ കാണുന്നത്. മിക്കാറും അവള് വരൂല എന്നല്ല, എന്നാലും വേറെ ഇതൊന്നുമില്ല. അപ്പോഴത്തേക്കും ഇന്നത്തെ വ്ളോഗ് ഇന്ന് ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യാന്നുള്ള പ്ലാനിലാണ്. അപ്പം ഹോപ്പ് യു ഗൈസ് ലൈക്ക് ഇറ്റ് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്തിട്ടാൽ വരുന്ന ഈ ദുരന്തങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. അത്രേ ഉള്ളൂ. അയ്യോ, അപ്പൊ ഞങ്ങള് ഈ മനോഹരമായ വ്യൂ ഒക്കെ കണ്ട് ജസ്റ്റ് കുറച്ച് കഴിഞ്ഞൊക്കെ നിന്നിട്ട് ഞങ്ങൾ പോവാ. ബൈ.